പൊതുവെ ആളുകൾ പറയും നമ്മൾ ഇന്നിൽ ജീവിക്കണം, പ്രസന്റിൽ ജീവിക്കണം. ഇന്നലെ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയല്ലോ, നാളെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, നമ്മൾ ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ ഇന്നിൽ ജീവിക്കണം എന്ന് പറയും. ഇതേ കാര്യം തന്നെ മറ്റൊരു ആംഗിളിലൂടെ ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കും ഇന്നിലല്ല, നമ്മൾ ജീവിക്കേണ്ടത് നാളെയിലാണെന്ന് തോന്നും. വളരെ ഗൗരവതരമായിട്ടും അതിനെ കാണാം, വളരെ തമാശയായിട്ടും അതിനെ കാണാം. സീരിയസ് ആയിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം, ഏതൊരു കാര്യവും ചെയ്യാൻ പോകുമ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റണം, ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് നാളെ കുറ്റബോധം അനുഭവിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇത് തന്നെ ദുഃഖത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന കാര്യമാണോ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നാളെ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ തമാശയായിട്ട് പറയുകയാണെങ്കിൽ, ചിലപ്പോഴൊക്കെ ഈ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ, എൻ്റെ തന്നെ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പം അതിലിട്ടിരിക്കുന്ന വേഷം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഷൂസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്, അയ്യേ അക്കാലത്ത് ഏറ്റവും നല്ല ഫാഷൻ എന്നും പറഞ്ഞ് വെച്ചിരുന്ന സാധനമായിരുന്നില്ല അത് ഇന്ന് എന്തൊരു കോമഡിയാണ് ആയിരിക്കുന്നത് വിചാരിക്കും. പിന്നെ അന്ന് കണ്ട് ആസ്വദിച്ച സിനിമകൾ, പാട്ടുകൾ, പ്രത്യേകിച്ച് ഈ ആൽബം സോങ്സ് ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ ട്രോൾ ചെയ്ത് കൊല്ലുമ്പം വിചാരിക്കും ഇതൊക്കെ കണ്ടിട്ട് അന്ന് ആസ്വദിച്ചിരുന്നു അല്ലേ. അത് വളരെ രസകരമായിട്ട് അതിനൊരു ആംഗിൾ പറഞ്ഞാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ആ കാര്യങ്ങളൊന്നും, ഫാഷനും അതുപോലെ തന്നെ നമ്മൾ ആസ്വദിക്കുന്ന സിനിമകളും കാര്യങ്ങളൊന്നും നാളത്തേക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിനപ്പുറത്തോട്ട് നമ്മൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഇത് നാളെ നമ്മെ കുറ്റപ്പെടുത്താൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് കാരണം നമ്മൾ ദുഃഖിക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നത്, തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും.